എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു നല്ല വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊക്കെ ചീയതിന് ശേഷം അങ്ങങ്ങാട്ട് കാണുന്ന നരച്ച മുടിയെ നമുക്ക് പെട്ടെന്ന് ഡൈ ചെയ്തോ മറ്റ് രീതിയിലോ കറുപ്പിച്ചെടുക്കാൻ പറ്റില്ല. അത് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഡൈ തയ്യാറാക്കാം കേട്ടോ. പടരാതിരിക്കാനൊക്കെ വേണ്ടി വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മതി. പിന്നെ നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം. അതിപ്പം നരച്ച മുടി ഉള്ളവർക്ക് മാത്രമല്ല, മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നല്ലൊരു ഡ്രിങ്കും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അല്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇൻസ്റ്റൻ്റായി നമ്മൾ തയ്യാറാക്കാനും വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ കരിഞ്ജീരകത്തിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരുപാട് ഇൻസ്റ്റൻ്റ് ഡൈകൾ പല രീതിയിലുള്ളത്, പല രീതിയിൽ മിക്സിങ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കരിഞ്ജീരകം ഒരു കോട്ടനകത്തോട്ട് വെച്ചിട്ട് അതൊരു മണ്ണിൻ്റെ ചെറിയൊരു പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഏത് എണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ നമ്മുടെ അനാർക്കലിയുടെ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൻ്റേതായ ഗുണമുണ്ട്. ഒരുപാട് ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്ന നമ്മുടെ അനാർക്കലിക്ക് ഒരുപാട് ഡിമാൻഡുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് പേര് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഒരുപാട് പേര് ചോദിക്കുന്നത് പെട്ടെന്ന് മുടി കറക്കുമോ, എത്ര ദിവസം കൊണ്ട് കറക്കും എന്നൊക്കെ ഒരുപാട് സംശയങ്ങളാണ് ചോദിക്കുന്നത്. നമ്മളൊന്നും കൂടെ പറയട്ടെ, പെട്ടെന്ന് മുടി കറക്കാൻ പറ്റുന്നതല്ല. നമ്മളിപ്പോൾ ഇൻസ്റ്റൻ്റായി ചേർത്താൽ പെട്ടെന്ന് നമുക്ക് മുടി കറക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇന്ന് ലോങ് ടൈം മാത്രമാണ് ഇൻസ്റ്റൻ്റായിട്ട് ഇത് വരുന്നത്. ഇതെന്ന് പറയുന്നത് അനാർക്കലി എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് വരും. പക്ഷേ നമ്മളൊരു 3-4 ആഴ്ച ആരാണെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം നമ്മളത് പറയാനും വേണ്ടി. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് ഇത്ര ദിവസത്തിനകത്ത് വെച്ച് മാറുമോ. പ്രത്യേകിച്ച് നമ്മൾ അനാർക്കലി ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നരച്ച മുടി കറുപ്പിക്കാനകത്ത് ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടുണ്ട്. ആകാരനില വരാതിരിക്കാൻ, ഏത് തരത്തിലുള്ള താരനും ചൊറിച്ചിലും മാറി മുടി ഏത് പ്രായക്കാർക്ക് സമൃദ്ധമായിട്ട് വളരാൻ, നല്ല ഉറക്കം കിട്ടാൻ ഒക്കെ വേണ്ടിയാണ് നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കരിഞ്ജീരകം അതുപോലെ ലേക്ക് ഈ ഒരു അനാർക്കലിയുടെ എണ്ണ ഒഴിച്ചതിന് ശേഷം 2 സൈഡ് ഗ്ലാസ് വെച്ച് എൻ്റെ മണ്ടേ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് അടച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഈ ഒരു അത് തീ പെട്ടെന്ന് തന്നെ അത് അണയും. ഈ ഒരു കരി നമുക്കൊരു പാത്രത്തിലോട്ട് വെക്കാം. ഈ ഒരു കരിക്ക് അനാർക്കലി എണ്ണയുടെ ആ ഒരു ഗുണമുണ്ട്. അതുപോലെ കരിഞ്ജീരകം സെപ്പറേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണമുണ്ട്. അന്നേരം നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ പറയുന്ന അനാർക്കലി എണ്ണ, ഇതിപ്പോൾ ഇത്രയൊക്കെ ചെയ്യും മെനക്കിടാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചോളം അനാർക്കലി എണ്ണ എല്ലാത്തിനും കൂടെ ഒരു ഉത്തരമാണ് കേട്ടോ. അന്നേരം നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് ലേശം കരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പാത്രത്തിലോട്ട് എടുത്തിട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് ഇട്ട് കൊടുക്കുന്നത്. പല രീതിയിൽ ഇത് മിക്സിങ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചേർക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, പടരാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നമ്മൾ മുടി അലമ്പാതിരിക്കുമെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല ഒന്ന് തടവുമ്പോഴായിരിക്കും കൈ മൊത്തം കരിയാവുന്നത്. അങ്ങനെ വരാതിരിക്കാനും വേണ്ടി നമ്മൾ ഗ്ലിസറിനാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഗ്ലിസറിൻ ചേർക്കുമ്പോഴെന്ന് വെച്ചാൽ അത് പടല നമ്മൾ ഡ്രൈ ആയതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ഗ്ലിസറിന് പകരമായിട്ട് ആവണക്കെണ്ണയുടെ എണ്ണ, അതും കുറച്ച് നല്ല കട്ടിക്കിരിക്കും. അത് കുറച്ച് ഡ്രൈ ആവുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അന്നേരം പിന്നെ നമുക്ക് അങ്ങനെയും ചെയ്തിട്ട് ഈ ഒരു ഇൻസ്റ്റൻ്റ് പല രീതിയിൽ ചെയ്യാം. പിന്നെ ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ലേശം വെളിച്ചെണ്ണയോ ഇപ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന അനാർക്കലിയാണ് ലേശം കയ്യിലോട്ട് ഒഴിച്ചിട്ട് ഈ ഒരു കരിയിലേക്ക് തേച്ചിട്ട് നേരെ എണ്ണ പോലെ തേച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എണ്ണ തേക്കിച്ചിട്ട് പുറത്ത് പോകുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സമയത്തോടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അന്നേരം നമ്മളിതിലേക്ക് ലേശം ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിത് എവിടെയാണോ നരയുള്ളത് ആ ഒരു ഭാഗത്തേക്ക് തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലും കേടാകുമോ, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയൊന്നും വേണ്ട. ഈ ഒരു ഇൻസ്റ്റൻ്റായി നമ്മൾ ലേശം കൈയുടെ വിരലത്തുമ്പ് കൊണ്ട് ഇതുപോലെ തേച്ചിട്ട് എടുത്തിട്ട് ആ നരച്ച ഭാഗത്ത് മാത്രം ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അന്നേരം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അന്നേരം നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു നമ്മുടെ അനാർക്കലി എണ്ണ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്. നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് നമ്പറിൽ വിളിക്കേണ്ട, നമ്മൾ മെസ്സേജ് മാത്രം അയച്ചാൽ മതി കേട്ടോ. കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയും. പിന്നെ എണ്ണയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, റിസൾട്ടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, പിന്നെ വിലയെക്കുറിച്ച് പറയുന്നവരുണ്ട്. അന്നേരം ഇപ്പോൾ നമുക്ക് ഒന്നേ ഉള്ളൂ പറയാം, നമുക്കിപ്പം ആ ഒരു സാധനങ്ങളൊക്കെ പച്ചയായിട്ട് നല്ല ഫ്രഷായിട്ട് കിട്ടുന്നതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ചേരുവകൾ നമ്മൾ കിട്ടാൻ നല്ല പാടാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വില, എണ്ണയുടെ വില, പിന്നെ നമ്മൾ 2 ദിവസം മെനക്കെട്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയാണ് നമ്മൾ അതിൻ്റെ ഒരു വില ഇടുന്നത് പോലും. അന്നേരം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇത്ര ദിവസം കൊണ്ട്
എന്ന് നമുക്കത് പറയാൻ യാതൊരു ഉറപ്പില്ല. കാരണം ഓരോരുത്തരുടെ മുടി വളരുന്ന രീതിയും മുടി കറക്കുന്ന രീതിയൊക്കെ വ്യത്യസ്തമായിരിക്കും. മുടി കറക്കുക എന്ന് പറയുന്നത് നമ്മൾ ഡൈയുടെ എഫക്റ്റ് കിട്ടത്തില്ല കേട്ടോ ഒരിക്കലും. നമ്മളിപ്പം ആ ഒരു എണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്കത് സ്വാഭാവികമായിട്ട് ആ ഒരു നിറം വരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഇൻസ്റ്റൻ്റ് ഡൈ നമ്മൾ നെറ്റി ഭാഗത്ത് മുടിയില്ലാത്തവർക്ക് ഉപയോഗിക്കാം. നരച്ച മുടി അങ്ങങ്ങാട്ടുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ ഡൈ ഉപകാരപ്രദമാണ്. വേറൊരു യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് ഇല്ല. പിന്നെ പലരും അലർജി പ്രശ്നങ്ങൾ പറയാറുണ്ട്, ഓയിലിൻ്റെ ആണെങ്കിലും അങ്ങനെ പല ഓയിലുകൾ തെറിച്ച് അലർജി ഉള്ളവർ. ഇപ്പോൾ നമ്മൾ ഏത് പായ്ക്കാണെങ്കിലും ഓയിലാണെങ്കിലും എന്താണെങ്കിലും ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങളത് ഫുള്ള് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിനൊന്നും യാതൊരു വിധമായ അലർജി പ്രശ്നങ്ങളുള്ളതല്ല, പക്ഷേ എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഈ ഒരു ഇൻസ്റ്റൻ്റായി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതൊരു തണ്ട അങ്ങങ്ങാട്ട് മാത്രമേ നരച്ചതുള്ളൂ. ഇതെൻ്റെ മുടിയല്ല, അമ്മയുടെ മുടിയാണ്. തണ്ട അത് തേച്ചപ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലൊരു പാക്കാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് കേട്ടോ. അത് മുടി കറുപ്പിക്കാനുള്ളവർക്കും മുടി കിളിർത്ത് വരുന്ന നല്ല കറുപ്പോടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മുടി നല്ല പോലെ വളരാനും നല്ലതായിട്ട് നല്ല ഉറക്കമൊക്കെ കിട്ടാനും നല്ല മുടിക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടാനും പറ്റുന്ന നല്ലൊരു ഹെയർ പായ്ക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് തയ്യാറാക്കാൻ പാടാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ എടുക്കുക. അതിലേക്ക് നമ്മൾ കരിഞ്ജീരകം ഉലുവയും കൂടെ വെച്ചിട്ട് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം വെച്ച് കഴിയുമ്പോഴത്തേന് ഈ ഒരു നനവോടുകൂടി നമ്മുടെ കരിഞ്ജീരകം ഉലുവയെല്ലാം ചെറുതായിട്ട് മുള പൊട്ടി വരും. ആ ഒരു മുളച്ച ഈ ഒരു ഇതിനെയാണ് നമ്മളെടുത്ത് പാക്കാക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ പറയുന്ന പായ്ക്കും ഡൈകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ടത് ഉപയോഗിക്കണം. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എന്നാലും ഇടയ്ക്കൊക്കെ വിട്ടുപോകും. എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുടി ഉണ്ടായിരുന്നു. പിന്നെയാണ് PCOD പ്രശ്നം വന്ന് അങ്ങനെ ഒരുപാട് മുടി പൊഴിഞ്ഞു പോയി, കെട്ടിവെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന ആ ഒരു മുടിക്ക് ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ. നമുക്ക് മുടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മുടി പൊഴിഞ്ഞു പോയിട്ട് ആ രീതിയിൽ മുടിയെ പഴയതുപോലെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ യാതൊരു ഫലവുമില്ല. തീർച്ചയായിട്ടും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. ലേശം നമ്മളിതെല്ലാം നല്ലപോലെ അരച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മളധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ. നമുക്ക് ഒറ്റ യൂസിൽ തന്നെ മുടിക്ക് നല്ല കട്ടിയും നല്ല സിൽക്കി ഷൈനി ആയിട്ട് കിടക്കാൻ ഏറ്റവും നല്ലതാണ്. ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് നമ്മളിത് മാറ്റാം കേട്ടോ. അന്നേരം ഇതിലേക്ക് നമ്മൾ അനാർക്കലി എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം പിന്നെ ഞവരയിലയോ ഞവരയില അല്ലെങ്കിൽ പനിക്കുറുക്കയില, തുളസിയില ഏതെങ്കിലും ഇച്ചിരി ലേശം തേച്ചിട്ട് മാത്രം ഇപ്പം തലനീരിന് ഇപ്പം ജലദോഷം തുമ്മലൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഒരു ഓയിൽ എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണ് ഞാൻ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. നല്ലതാണ്. നമ്മൾ ലേശം ഒരു 1/2 സ്പൂൺ 1 സ്പൂൺ ഈ ഒരു ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഡ്രൈ ആവുന്നതിന് മുമ്പ് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാം. നമുക്കറിയാലോ, ഒരു സിമ്പിളായിട്ട് വെറും 3 പിന്നെ തൈര് ചേർക്കണമെങ്കിൽ മാത്രം തൈര് ചേർത്താൽ മതി. പിന്നെ ഈ ഒരു ഓയിലും കൂടെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന പോലെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. അന്നേരം ഇനി നമ്മൾ തയ്യാറാക്കുന്ന നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അത് ഏതൊരാൾക്കും ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല്, കാന്താരി, ജീരകം, ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില, ലേശം തൈരും കൂടെ ചേർത്ത് അടിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ ചിയാ സീഡ് കുതിർത്തതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാണ് കേട്ടോ. അന്നേരം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അന്നേരം ഈ ഒരു ഓയിൽ വേണ്ടവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മൾ ആ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.